ആ കുടുംബത്തിന്റെ അവരുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെയല്ല ഈ ചടങ്ങ് നിർവഹിക്കുന്നതെങ്കിലും ആശ്വാസത്തോടെയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. KSRTCയുടെ ചരിത്രത്തിൽ അനേകം ജീവനക്കാർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന വാഹനം അപകടം, ആക്സിഡന്റ് ഏത് സമയം കടന്നു വരാം എന്ന് നമുക്കറിയാം. അതിലനേകം ജീവനക്കാർ KSRTC ചരിത്രത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ആ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഈ കുടുംബത്തിന് നമുക്ക് 1 കോടി രൂപയുടെ സഹായം നൽകാൻ കഴിയുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ഈ കുടുംബത്തിന് നൽകിക്കഴിഞ്ഞു എന്ന സന്തോഷം ഞാൻ പറയുകയാണ്. ഞാൻ ശ്രീമതി ഷീജയോട് ചോദിച്ചു, നമ്മൾ ഈ ചടങ്ങ് ഇപ്പം നടത്തുന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ആ കുടുംബത്തിന്റെ അവരുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏറ്റവും നമുക്കൊരു മനസ്സംതൃപ്തിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് ഉദ്യോഗസ്ഥർക്കാണ് മരണപ്പെട്ടാൽ 1 കോടി രൂപ ലഭിക്കുന്നു? KSRTCയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചൊരു കാലഘട്ടമാണ്. ഇപ്പൊ പുതിയ ഈ KSRTC ഒന്ന് പച്ച പിടിച്ചു തുടങ്ങിയതിന് ശേഷം വിമർശനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യങ്ങളൊന്നും വർദ്ധിച്ചു കൊടുക്കാൻ സർക്കാരിന്റെ KSRTC ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കഴിയില്ല. ഞാനുള്ള കാര്യം തുറന്നു പറയാം. കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം തരാനും അത് കൃത്യമായ ഡേറ്റിൽ ഒരുമിച്ച് നൽകാനും ഒക്കെ സർക്കാർ പരമാവധി ശ്രമിച്ചു. അതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും ഒരുപാട് പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചു. 100 കോടി രൂപ, ഏതാണ്ട് 150 കോടി രൂപ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അതിൽ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടി മാത്രമാണ്. രാഷ്ട്രീയമായി എന്നോട് എതിർപ്പുള്ളവർ, ഈ സർക്കാരിനോട് എതിർപ്പുള്ളവർ അത് തന്നൂടെ ഇത് തന്നൂടെ എന്നൊക്കെ ചോദിക്കുകയും ഗംഭീരമായ ഇത് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചൊരു ഗംഭീരമായ ലേഖനങ്ങൾ. രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടാൽ മതി. രോഗി വെള്ളത്തിൽ കിടക്കുന്ന ആളിനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചാൽ പിന്നെ ആശുപത്രിയിൽ പോയി കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചില ലേഖനങ്ങളൊക്കെ ചില എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുക. ഇതിപ്പോൾ അത്ര ശരിയല്ല എന്ന് 5 കൊല്ലം ഇതിനെ നയിച്ചൊരു ഉദ്യോഗസ്ഥൻ ഈയിടെ ഒരു ലേഖനം ഇവിടെ എഴുതിയെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇത് വായിക്കാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല, പറഞ്ഞു കേട്ടതാണ്. 5 കൊല്ലം കയ്യിലിരുന്നിട്ട് ഇവിടുത്തെ ജീവനക്കാരെ അടിമകളാക്കുകയും അവന്റെ ശമ്പളം 16ആയി മുറിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതത്ര നന്നായിട്ടില്ല എന്ന് പറയുന്നത്. ഒന്നുമില്ലേലും ജീവനക്കാർ ശമ്പളം വാങ്ങുന്നുണ്ട്, വണ്ടിയിൽ നല്ല കളക്ഷനുണ്ട്, നാട്ടുകാർക്ക് ഏതായാലും വണ്ടി നിർത്തുന്നുണ്ട്, കയറ്റുന്നുണ്ട്, നന്നായി അന്തസ്സായ പെരുമാറുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. ഇവരുടെ ഒന്നും അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല.